കേരളത്തിലെ പിണറായി സർക്കാരിന്റെ രണ്ടാം ഊഴം പൂർത്തിയാക്കാൻ ഇനിയും കഷ്ടിച്ച 2 മാസങ്ങൾ മാത്രമേ ശേഷിച്ചിരിക്കുന്നുള്ളൂ. എല്ലാ രാഷ്ട്രീയ ഭരണപരമായ മര്യാദകളും ലംഘിച്ചുകൊണ്ട് സർക്കാർ ഖജനാവിൽ കിടക്കുന്ന അവസാനത്തെ പൈസ, ചില്ലി പൈസ വരെ തൂത്തുവാരി ധാരാളിത്തവും ധൂർത്തും കാട്ടിക്കൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരു സർക്കാരായി രണ്ടാം പിണറായി സർക്കാർ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതിന്റെ സൂചനകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായി തകർന്ന തരിപ്പണമായിരിക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ 10 വർഷമായി ശ്രീമാൻ പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാർ ക്രമാനുഗതമായി കേരളത്തിന്റെ കടബാധ്യത ഓരോ ദിവസവും കോടിക്കണക്കിന് വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന കണക്കനുസരിച്ച് ഏതാണ്ട് 6 ലക്ഷം കോടി രൂപയുടെ കടത്തിലാണ് കേരളം നിൽക്കുന്നത് എന്നാണ് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. ഇവിടെ സാമ്പത്തിക രംഗം ആകെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. ആശുപത്രികളിൽ മരുന്ന് തന്ന അതിന്റെ ഉൽപാദകർക്ക് കോടിക്കണക്കിന് രൂപ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ മുടങ്ങിക്കിടക്കുകയാണ്. അതുപോലെ പാവപ്പെട്ട കൃഷിക്കാരിൽ നിന്ന് ശേഖരിച്ചതായ നെല്ലിന്റെ വില കൃത്യമായി കൃഷിക്കാർക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അതുപോലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, പലതരത്തിലുള്ള മറ്റ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, വികലാംഗ പെൻഷൻ, അതുപോലെ തന്നെ വാർദ്ധക്യകാല പെൻഷൻ, അതുപോലെ ക്യാൻസർ രോഗികൾക്കുള്ള സഹായം, അങ്ങനെയുള്ള പല വിധത്തിലുള്ള സഹായങ്ങളെല്ലാം ഗണ്യമായി മുടങ്ങിക്കിടക്കുന്നു. അതിനേക്കാളൊക്കെ വളരെ സങ്കടകരമായ അവസ്ഥയാണ് കെട്ടുതാലി പോലും പണയം വെച്ചുകൊണ്ട് സർക്കാരിന്റെ ജോലികൾ ചെയ്ത കോൺട്രാക്ടർമാർക്ക് കൃത്യമായി ബില്ലുകൾ പാസ്സാക്കി കൊടുക്കുന്നില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കേൾക്കുന്ന വിവരമനുസരിച്ച് 10 ലക്ഷം രൂപയിൽ കൂടുതലുള്ള ഒരു ബില്ലുകളും പാസ്സാക്കണ്ട എന്ന് അനൌദ്യോഗികമായ നിർദ്ദേശം ട്രഷറികൾക്ക് ധനകാര്യ മന്ത്രി കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എന്തൊരു ദയനീയമായ അവസ്ഥയാണ് കേരളം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായിട്ടുള്ള ഈ കെടുകാര്യസ്ഥത കൊണ്ട് കേരളത്തിനുണ്ടായിരിക്കുന്ന ദുരന്തം വളരെ വലുതാണ് എന്നുള്ളത് പരമമായ സത്യമാണ്. കണക്കുകൾ അത് വളരെ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനെല്ലാം ഉപരിയായിട്ടാണ് കിഫ്ബി വഴിയായി ഉണ്ടാക്കിയിരിക്കുന്ന കടം. അതിനെ സംബന്ധിച്ചുള്ള സാങ്കേതിക വിവാദങ്ങളൊക്കെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ബജറ്റിൽ ഉൾപ്പെടാതെ മറ്റൊരു സംവിധാനത്തിലൂടെ കോടിക്കണക്കിന് രൂപ കടമെടുക്കുകയും അത് പ്രത്യുൽപാദനപരമല്ലാത്തതായിട്ടുള്ള പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിക്കുകയും ചെയ്ത് കടബാധ്യത വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായി കഴിഞ്ഞ കുറെ വർഷങ്ങളായി സാമ്പത്തിക രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടാണ് ഇപ്പോഴും കോടികൾ കടം വാങ്ങിച്ച് വികസന പ്രവർത്തനങ്ങളുടെ പേരിൽ ഓരോന്ന് കാട്ടിക്കൂട്ടുന്നത്. അതിന്റെ വികസന പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ ദുരന്ത ചിത്രമാണല്ലോ ഈ കഴിഞ്ഞ അയ്യപ്പ സംഗമത്തിലൂടെ പുറത്തു വന്നിരിക്കുന്ന വെട്ടിപ്പ് കഥകൾ വെളിപ്പെടുത്തുന്നത്. ആഗോള അയ്യപ്പ സംഗമം നടത്തി കോടികൾ വെട്ടിച്ചിരിക്കുകയാണ്. 10 കോടി രൂപയോളം. ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന കണക്കനുസരിച്ച് 8 കോടി എന്ന് പറയുന്നു, 7 കോടി എന്ന് പറയുന്നു. അന്ന് ഈ മഹാസംഗമം നടത്തിയപ്പോൾ 5 പൈസ പോലും ദേവസ്വം ബോർഡിൽ നിന്നോ സർക്കാരിൽ നിന്നോ ചെലവഴിക്കുകയില്ല എന്ന 100 വട്ടം പുരപ്പുറത്ത് നിന്ന് ഘോഷിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ എവിടെയും എത്താതെ കള്ളക്കണക്കുകളുമായി ഇപ്പോൾ അതിൽ ബന്ധപ്പെട്ട ആളുകൾ നട്ടം തിരിയുകയാണ്. സർക്കാരിന്റെ മക്കളായിട്ടുള്ള ഊരാളുങ്കൽ സൊസൈറ്റിയും അതിന്റെ ഉപവകുപ്പായിട്ടുള്ള എന്തോ മറ്റൊരു സ്ഥാപനവും കൂടി ധാരാളം കള്ളക്കണക്കുകളൊക്കെ കൊടുത്ത് ഇപ്പോഴും ആ കണക്കുകളുടെ വ്യക്തമായ രൂപം പുറത്തു വന്നിട്ടില്ല. സ്പോൺസർഷിപ്പിലൂടെ പണം കണ്ടെത്തുമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഇനിയും 1.5 കോടി രൂപയോളം ബാധ്യതയുണ്ട് എന്നാണ് ഒടുവിൽ കേൾക്കുന്നത്. ഇതിനിടയിലൂടെയാണ് വളരെ സൂത്രത്തിൽ ദേവസ്വം ബോർഡിന്റെ പണമെടുത്ത് അവരുടേതായിട്ടുള്ള കെട്ടിടങ്ങളൊക്കെ മിനുക്കിപ്പണിയൂ എന്ന് പറഞ്ഞ് അതിൽ നിന്ന് തടിയൂരാൻ ദേവസ്വം ബോർഡ് ശ്രമിക്കുന്നത്. ഇത്രയും സങ്കീർണമായിട്ടുള്ള ചില ഇടപാടുകളിലൂടെ പാവപ്പെട്ട നികുതിദായകന്റെ പണം ധൂർത്തടിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളിലൂടെ നടത്തുന്നതായിട്ടുള്ള പ്രചാരണം, പരസ്യങ്ങളിലൂടെയുള്ള പ്രചാരണം. ഇപ്പോൾ ഓരോ ദിനപത്രവും, വളരെ പ്രചാരമുള്ള ദിനപത്രങ്ങളിലൊക്കെ 4-5 പേജുകൾ നിറയെയാണ് മുഖ്യമന്ത്രിയുടെ ചിത്രവും
ചില സഹമന്ത്രിമാരുടെ ചിത്രവും ഒക്കെ വെച്ചുകൊണ്ട് പരസ്യങ്ങൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അതിലെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ചിത്രം അതിൽ വളരെ പ്രകടമായി ഉയർന്നു നിൽക്കുന്നു. കൂട്ടത്തിൽ പേരിനെ ഏതെങ്കിലും ചില മന്ത്രിമാരുടെ ചിത്രം. ഉദ്ഘാടന മഹാമഹം നടന്നുകൊണ്ടിരിക്കുകയാണ്, മേളകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനായി വൻപിച്ച പരസ്യങ്ങളാണ് ഈ അച്ചടി മാധ്യമങ്ങൾക്ക് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കടുത്ത ദുർവ്യയമാണിത്, എന്തൊരു ധാരാളിത്വവും ആർഭാടവുമാണ്. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ ആശുപത്രിയിൽ മരുന്ന് വാങ്ങിക്കുമ്പോൾ അതിന് പൈസ കൊടുക്കാൻ ഇല്ലാത്തതായിട്ടുള്ള ഖജനാവിൽ നിന്ന് നികുതിദായകന്റെ പണം എടുത്തുകൊണ്ട് കോടിക്കണക്ക് പണം ചെലവഴിച്ചുകൊണ്ട് സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി, മൂന്നാം ഊഴം അധികാരത്തിൽ വരുന്നതിന് വേണ്ടി അധികാര ദുർവിനിയോഗം ചെയ്ത് സാധാരണ പറയുന്ന പോലെ പൂച്ച പെറ്റുകിടക്കുന്ന ട്രഷറികളായി കേരളത്തിന്റെ ട്രഷറികളെ മാറ്റിയതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഈ സർക്കാരിന് ഒരിക്കലും മാറി നിൽക്കാൻ കഴിയുകയില്ല. അതിന് വലിയ വില അവർ കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഓരോ ദിവസവും സർക്കാർ ആശുപത്രികളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ എത്ര സങ്കടകരമായ റിപ്പോർട്ടുകളാണ്. അവിടെ വേണ്ടത്ര സ്റ്റാഫില്ല, പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കാൻ മരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുക്കാനായി സർക്കാരിന് കഴിയുന്നില്ല. വിദ്യാസമ്പന്നരായിട്ടുള്ള യുവതീ-യുവാക്കൾ തൊഴിലിന് വേണ്ടി അലയുകയാണ്. അതിനിടയിലൂടെയാണ് പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുക്കുന്ന ചിറ്റ് അനുസരിച്ച് പിൻവാതിൽ നിയമനങ്ങൾ ആയിരക്കണക്കിന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒടുവിൽ കിട്ടുന്ന വാർത്തയനുസരിച്ച് ഒന്നാം പിണറായി സർക്കാർ 10 വർഷം മുൻപ് നടത്തിയ പിൻവാതിൽ നിയമനങ്ങളെല്ലാം ഇപ്പോൾ സ്ഥിരപ്പെടുത്താൻ പോവുകയാണ്. 100 കണക്കിന് കുട്ടികളാണ് കഠിനമായി പഠിച്ച് പരീക്ഷ എഴുതി PSC റാങ്ക് ലിസ്റ്റിൽ കിടന്ന് നെട്ടോട്ടമോടി ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നമ്മൾ കണ്ടതാണ്. ഇവിടെ റാങ്ക് ലിസ്റ്റിലൂടെ ആളുകൾ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നടു റോഡിൽ കൊടും വെയിലത്തും തണുപ്പത്തും കിടന്ന് ഉരുണ്ടുകൊണ്ട് ഒരു ജോലിക്ക് വേണ്ടി കേണുകൊണ്ടിരുന്ന ഒരു സാഹചര്യം. അതൊക്കെ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ സർക്കാരിന്റെ അവസാനത്തെ പൈസയും അടിച്ചു മാറ്റിക്കൊണ്ട് ഇത്രയും ധൂർത്തടിച്ച് ആഡംബരത്തോടുകൂടി മേളകൾ നടത്തുകയും പരസ്യങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഇടപാട് അവസാനിപ്പിക്കണം. ഇത് സ്വന്തം പണമല്ല, പാവപ്പെട്ടവന്റെ നികുതിദായകമാണ്. ഈ പരസ്യത്തിന് വേണ്ടി സ്വന്തം പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സ്വന്തം ചിത്രം അടിച്ചുകൊണ്ട് നാണം കെട്ട ഏർപ്പാട് അവസാനിപ്പിക്കണം. നിലവാരമില്ലാത്ത ഈ പ്രചരണങ്ങൾ അവസാനിപ്പിച്ച് ആശുപത്രികളിൽ മരുന്ന് വാങ്ങിച്ചു കൊടുക്കണം. പാവപ്പെട്ട കൃഷിക്കാരന് അവന്റെ ഉൽപ്പന്നങ്ങൾക്ക് വില കൊടുക്കണം. തൊഴിലില്ലാതെ നടക്കുന്ന പാവപ്പെട്ട യുവതീ-യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കണം. ഒന്നാം റാങ്ക് ലിസ്റ്റിൽ 1-ാം സ്ഥാനം നേടിയവർ പോലും ഒരു തൊഴിലിന് വേണ്ടി വർഷങ്ങളായി കാത്തിരിക്കുകയാണ്. ഈ ഒരു ഭരണം കേരള ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഇത്രയും ശക്തമായ ഭരണവിരുദ്ധ വികാരം, ഇത്രയും ദുർവ്യയം, ആർഭാടം, അതുപോലെ തന്നെ ധാർഷ്ട്യം കാണിക്കുന്നതായിട്ടൊരു സംവിധാനം. ഒരു മന്ത്രിയൊക്കെ പറയുന്നത് ഒരു രോഗിയുടെ വയറ്റിൽ ഒരു കത്രിക കിടന്നെങ്കിൽ ഇതൊരു സാധാരണ ഒറ്റപ്പെട്ട സംഭവമാണ്. ഒരു സാംസ്കാരിക മന്ത്രി പറഞ്ഞിരിക്കുന്നു, മുൻപും നടന്നിട്ടുണ്ട്, ഇപ്പോഴും അത് നടക്കും, ഒരുപക്ഷെ നാളെയും നടന്നിരിക്കും. ഇത്ര നിരുത്തരവാദപരമായി നെറികെട്ട തരംതാണ രീതിയിലാണ് ഇവിടുത്തെ മന്ത്രിമാർ ഇത്തരം സംഭവങ്ങളോട് പ്രതികരിക്കുന്നത്. ഒരു പാവപ്പെട്ട സ്ത്രീയുടെ വയറ്റിൽ 5 വർഷമായി ഒരു കത്രിക കിടക്കുകയാണ്. എന്നിട്ട് മന്ത്രി പറയുകയാണ്, ഇത് ഇന്നും ഒന്നും തുടങ്ങിയതല്ല, ഇന്നലെയും പണ്ടുണ്ടായിരുന്നു, ഇന്നുണ്ട്, നാളെയും ഉണ്ടാകുമെന്ന് ഉളുപ്പില്ലാതെ പറയുന്ന മന്ത്രിമാരുടെ ഒരു മന്ത്രിസഭയാണ് കേരളത്തിൽ ഭരിക്കുന്നത്. പാർട്ടിയുടെ സെക്രട്ടറി പറഞ്ഞത് ഇതെല്ലാം ഒറ്റപ്പെട്ട സംഭവമാണ്. ഇത്രയും നെറികെട്ട, നാണം കെട്ട, നിലവാരമില്ലാത്ത പ്രചരണം നടത്തി 3-ാം ഊഴത്തിന് വേണ്ടി ഈ സർക്കാർ വീണ്ടും ഉഴലുമ്പോൾ ഈ പാവപ്പെട്ടവന്റെ പണം മുഴുവൻ അടിച്ചുകൊണ്ടുപോയി ഒരു ശൂന്യമായ ഒരു ട്രഷറി ആയിരിക്കും പുതിയതായി അധികാരത്തിൽ വരാൻ പോകുന്ന സർക്കാരിന് കാണേണ്ടി വരിക എന്നുള്ളത് കേരളത്തിന്റെ ശാപമാണ്. ഇത് അവസാനിപ്പിച്ചെങ്കിലേ മതിയാവുള്ളൂ. കോടിക്കണക്കിന് രൂപ കൊടുത്ത് ഇതുപോലെ പരസ്യ പ്രചരണം നടത്തി, അതുപോലെ സർക്കാരിന്റെ PRD വകുപ്പിനെ സ്വന്തം PR-ന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് മുന്നണി രാഷ്ട്രീയത്തിന്റെ പ്രചാരകരായി മാറ്റി, വോളണ്ടിയർമാരാക്കി, അവർക്ക് പണം കൊടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കി ലഘുലേഖകൾ അച്ചടിച്ച് വീടുകളിൽ സഹാക്കൾ വഴിയായി വിതരണം ചെയ്ത് ഇങ്ങനെ നടത്തുന്ന നെറികെട്ട രാഷ്ട്രീയ പ്രചരണം അവസാനിപ്പിക്കണം. ധാർമ്മികതയില്ലാത്ത ഇത്തരം പ്രചരണം ഉടനടി അവസാനിപ്പിക്കണം.
സദാചാരം അല്പമെങ്കിലും രാഷ്ട്രീയ രംഗത്തെക്കുറിച്ചുണ്ടെങ്കിൽ ഈ പണി അവസാനിപ്പിച്ച് അന്തസ്സോടുകൂടി രാഷ്ട്രീയമായി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാനുള്ള ആർജവം കാട്ടണം. പിടിപ്പുകെട്ട യാതൊരു പ്രാപ്തിയുമില്ലാത്ത കുറെ ആളുകളെ മന്ത്രിസഭയിൽ വെച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായി, ആരോഗ്യരംഗം തകർന്ന് തരിപ്പണമായി, വ്യാവസായിക രംഗം, തൊഴിൽ രംഗം എല്ലാം തകർന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് യാതൊരു പരിഷ്കാരങ്ങളും ഗണ്യമായി വരുത്താൻ കഴിയാതെ വിളിച്ചു പറയുകയാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഇന്ത്യയിൽ നമ്പർ 1 ആണ് കേരളം. നാണമില്ല ഇതൊക്കെ പറയാൻ? ഇതറിയാവുന്ന പ്രബുദ്ധരായ ഒരു കേരള സമൂഹത്തോടാണ് ഈ തരം വായ്ത്താരികൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ തലത്തിൽ ട്രഷറിയിലെ അവസാന പണം വരെ അടിച്ചു മാറ്റി സ്വന്തം ഇമേജ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി വലിയ വലിയ പ്ലക്കാർഡുകൾ വെച്ച്, ഫ്ലെക്സ് ബോർഡുകൾ വെച്ച്, ഈ അച്ചടി മാധ്യമങ്ങളിലൊക്കെ 3-4 പേജുകൾ കോടിക്കണക്കിന് രൂപ പരസ്യ ചെലവായി കൊടുത്ത് നടത്തുന്ന ഈ നിലവാരമില്ലാത്ത നെറികെട്ട രാഷ്ട്രീയ പ്രചരണം അവസാനിപ്പിക്കണം. തങ്ങൾ ഇരിക്കുന്ന കസേരയുടെ മാന്യത മനസ്സിലാക്കാൻ കഴിവില്ല എന്നുണ്ടെങ്കിൽ എത്രയും വേഗം ആ കസേരകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതായിരിക്കും നല്ലത് എന്ന് കേരളത്തിലെ പൊതുസമൂഹം ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ഓരോ ദിവസവും കോടതിയിൽ നിന്നും അല്ലാതെയും ഒക്കെ കിട്ടുന്ന തിരിച്ചടി കൊണ്ട് വികൃതമായിരിക്കുന്ന പിണറായി സർക്കാരിന്റെ മുഖം ഈ കള്ള പരസ്യങ്ങളിലൂടെ, കള്ള പ്രസ്താവനകളിലൂടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉപയോഗിക്കുന്ന, നേരത്തെ പറഞ്ഞതുപോലെ തരംതാണ പരിപാടികൾ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെന്നുണ്ടെങ്കിൽ കേരളം അതിന് ശക്തമായി പ്രതികരിക്കും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.